ലച്ചു ഇല്ല, വീട്ടിലെത്തിയില്ല. ഞാൻ വീട്ടിൽ കേറുവാ. നീ എപ്പോഴെത്തുന്നേ? നാളെ ഉച്ചയാവോ? ആ, പോയ കാര്യം ഒന്നും പറയാതിരിക്കുക നല്ലത്. അവൻ നിർബന്ധിച്ചിട്ടാണല്ലോ അവന്റെ കമ്പനി ജോയിൻ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ പോയത്. അതും കളമശ്ശേരിയിലായോണ്ട്. അവിടെ ചെന്നപ്പോഴേക്കും ഇവനീ പറഞ്ഞു വെച്ച ശമ്പളത്തിന്റെ കാര്യമൊന്നും സംസാരിക്കുന്നേ ഇല്ല. ചോദിച്ചപ്പോ പറയാ എന്റെ ഫീൽഡ് വേറെ അല്ലായിരുന്നു. ഞാൻ ഇത്ര നാളും ചെയ്ത ജോലിയായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. അത് മാത്രമല്ല, അവന്റെ പെരുമാറ്റത്തെ മൊത്തത്തിലേ ഒരു മാറ്റം ഉള്ള പോലെ, ഒരു ഇന്റർവ്യൂ ബോർഡ് പോലെയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അവനൊന്നും മിണ്ടുന്നുമില്ല. ബാക്കിയുള്ളവരൊക്കെ എന്നെ ഒരുമാതിരി ചോദ്യം ചെയ്യുന്ന രീതി എനിക്ക് ആകെ മൊത്തത്തിൽ ഡാർക്ക് അടിച്ചു. നീ എന്താണ് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ശരി. സിദ്ധു പെട്ടെന്ന് വരാമെന്നും പറഞ്ഞോണ്ട് പോയതാ. ഒന്നും കഴിക്കാതാ പോയത്. എന്തോ ജോലിക്കാരത്തിനല്ലേ പോയത്? ഓ, എന്തോ ജോലിക്കാരത്തിനോട് പോണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ എങ്ങോട്ടാന്ന് കറക്റ്റ് പറഞ്ഞില്ല. വരും. എന്തെങ്കിലും ഒന്ന് ശരിയായാ മതിയായിരുന്നു. ഇങ്ങനെ നിന്നാലെങ്ങനാ? അമ്മൂമ്മ സത്യം പറഞ്ഞാൽ ഞാൻ അളിയൻ്റെ അടുത്ത് സംസാരിച്ചതാണ്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മടി പിടിച്ച് പോകത്തേ ഉള്ളൂ. ആ ജോലി കളയണ്ടായിരുന്നേ, അവിടെ അങ്ങ് നിന്നാ മതിയായിരുന്നു. അത് ശരിയാ. അവന് വരുമ്പോ അത്യാവശ്യം ശമ്പളമൊക്കെ ഉള്ളൊരു ജോലിയായിരുന്നു, നല്ലൊരു പൊസിഷനും ആയിരുന്നു. ആ സമയം കയറി പോയാൽ മതിയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, പറഞ്ഞിട്ട് കാര്യമില്ല. ലച്ചുവിനാണെങ്കിലോ ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ലച്ചേച്ചി എല്ലാ കാര്യത്തിനും കൂടെ നല്ലറിവെങ്കിലും ലച്ചേച്ചി ആളെയും പറയുന്ന എല്ലാ കാര്യവും വിശ്വസിക്കും. കയ്യിലിരിക്കുന്ന കാശൊക്കെ തീർന്നു കഴിയുമ്പോ പഠിച്ചോളും. ഇപ്പൊ തന്നെ ഏറെക്കുറെ ലക്ഷക്കണക്കിന് ചെലവായിട്ടുണ്ട്. അളിയനാണെങ്കിൽ ഈ കാശിന്റെ കാര്യത്തിൽ നിന്ന് ഒരു പിടുത്തമില്ലെന്ന് എടുത്തങ്ങ് ചെലവാക്കും. அது நீ சொன்னது ரொம்ப கரெக்டடா கேசு. சித்துட்ட யாராச்சு ஃப்ரெண்ட்ஸோ ரிலேட்டிவ்ஸோ காசு கேட்டுனா ஒண்ணுமே யோசிக்காம அப்படியே எடுத்து கொடுப்பான். അതിനിടയ്ക്ക് ചേച്ചി വഴക്കും പറയും. അല്ല, ഇനി ബിസിനസ് ഒന്നും പറഞ്ഞോണ്ടേ വാങ്ങിച്ചിട്ടേക്കുന്ന വസ്തു കൊടുത്ത് കാശ് മേടിക്കുവോ? അതാ എന്റെ പേടി. പറയാൻ പറ്റത്തില്ല അമ്മൂമ്മ, ചിലപ്പം അങ്ങനെയും നടക്കും. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഈ ഫ്രണ്ട്സുമായിട്ട് വല്ലതും ചേർന്നിട്ട് ബിസിനസ് തുടങ്ങിയ ആളെ എടുക്കൂലേ. യവന്മാര് എപ്പ തക്കം കിട്ടിയ ഊറ്റിക്കൊണ്ട് പോകാൻ നോക്കിക്കൊണ്ടിരിക്കണമാരല്ലേ. എല്ലാമാരും അല്ല, ചിലവര്. டேய், சித்து வந்து தனியா பிசினஸ் ஆரம்பிச்சுனா ரொம்ப நல்லா இருக்கும். അത് നമ്മൾ എങ്ങനെ പറയും? അല്ല, അത് ശരിയാ. നമ്മൾ എങ്ങനെ പറയും? എനിക്ക് ചിലതൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞാൽ ചിലപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അതുകൊണ്ടാ ഞാൻ മിണ്ടാത്തേ. அம்மா, நீங்க ஒண்ணுமே சொல்ல வேண்டாம். நீங்க ஏதாச்சும் சொன்னா யாருக்குமே பிடிக்காது. അതെന്തൊരു വർത്താനാ നീ പറയുന്നേ? അമ്മൂമ്മ, കനാൻഡി പറഞ്ഞതിന് കാര്യമുണ്ട്. അമ്മൂമ്മ വലുതായിട്ടൊന്നും പറയാൻ പോണ്ട. ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ഒരു തള്ളയും കൊച്ചുണ്ടെന്നുള്ള കാര്യം ഓർത്താ കൊള്ളാം. டே கேசு, உனக்கு டைம் கிடைக்கும் போது நல்ல விஷயமா சித்துக்கு சொல்லி கொடுறா. ഉപദേശിക്കാൻ അളിയനെ ഞാൻ അല്ലേ, ഞാൻ ഇരിക്കും. എന്റെ പൊന്ന് കനാൻഡി, അവരുടെ ഭാവി പരിപാടികൾക്കിടയിൽ തല കൊണ്ടി വയ്ക്കാൻ നമ്മളില്ലേ? ഭാവി പരിപാടിയൊക്കെ താറുമാറായിട്ടെ എല്ലാരും കൂടെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും തല വെക്കാതിരുന്നാ മതി. അമ്മൂമ്മ, ഞാനൊന്നും പറയുന്നില്ലേ. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പറയണത് ഇങ്ങനെ തെല്ലിയത്. പറഞ്ഞോ അമ്മൂമ്മ, പറഞ്ഞോ. ഞാൻ ഈ അപ്പുറത്തോട്ട് പോകണം. அம்மா, நான் கிச்சன்ல போறேன்.